ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ദേര ഫിഷ് മാർക്കറ്റിൽ പോയ വിശേഷങ്ങളാണ്. വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റില്ലേ, അവിടെ പോയ വിശേഷങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ 2-3 പാർട്ടായിട്ട് ഇടാം. ഒത്തിടുമ്പോഴത്തേക്ക് വലിയ ലോങ് വീഡിയോ ആവും. അവിടെ പോയപ്പോൾ ഇത് അവൻ്റെ അക്വേറിയം ഉള്ള സ്ഥലമാണ് ഞാൻ ഇടുന്നത് കേട്ടോ, അക്വേറിയം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫിഷുകൾ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് അലങ്കാര മത്സ്യങ്ങളുണ്ട്. നമുക്ക് കൊഞ്ചും ഞണ്ടുമൊക്കെ മേടിച്ച് കറി വയ്ക്കാവുന്നത് ഉണ്ട് കേട്ടോ. അതായത് ജീവനോടെ മേടിക്കാൻ പറ്റുന്നതും ഉണ്ട്. ഇതൊക്കെയാണ് കണ്ടോ, വലിയ ഞണ്ട്. ഇതിനെ കെട്ടിയിട്ടിട്ട് ഉണ്ട് കണ്ടോ. ഇതൊക്കെ കെട്ടിയവരെ സമ്മതിക്കണം അല്ലേ. ഇതിലറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അറിഞ്ഞൂടാത്തതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ പോയിട്ടുണ്ടോ? വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇത് കൊഞ്ച് തന്നെ, അത് ഷ്രിമ്പാ. എന്താണ് പറയുന്നത്? ഇതൊക്കെ വാങ്ങിക്കും കേട്ടോ, ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ അവിടെ മാർക്കറ്റിൽ വലുതായിട്ട് വെക്കും. നമ്മൾ ജീവനില്ലാത്തത് ചത്തതെന്ന് പറയാൻ വന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ അനങ്ങുന്നുണ്ടോ. ഒരുപാട് പേർക്ക് ഇതെന്തിനാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് കൊടുക്കാത്ത അക്വേറിയം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ വന്നാൽ നമുക്ക് കാണാം. ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷും മേടിക്കാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനും പറ്റും. ഇതിനുണ്ടോ യെല്ലോ ഇതിട്ട് കെട്ടിയിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഞണ്ടുകൾ അനങ്ങുന്നുണ്ട്, കൊഞ്ചുകൾ പെട്ടെന്ന് അനങ്ങുന്നില്ലല്ലേ. അങ്ങനെ ഒരുപാട് ഇനം ഞണ്ടുകളുണ്ട്. അതുകൊണ്ട് ഓടി ഓടി പോകുന്നുണ്ടോ. എങ്ങോട്ടാണ് രണ്ടുപേരും പോകുന്നത്? അടുത്ത ഇവർ അനക്കൊന്നുമില്ലല്ലേ. ഇവർ അനങ്ങുന്ന വല്ല വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. എൻ്റെ ചെറുതാണ്ട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് എടുത്ത് ഇതിലൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ വിലയൊക്കെ പറഞ്ഞിട്ട് അവർ പോയി, വാങ്ങിച്ചില്ലെന്ന് തോന്നണം. ഞാനിത് വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് പോയതാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡും മോളും മോനുമൊക്കെ മോനെ അവിടെ പ്ലേ ഏരിയയിലാക്കി, മോളും ഹസ്ബൻഡും ഫിഷ് മാർക്കറ്റിൽ ഫിഷ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സമയം നോക്കി വന്ന് വീഡിയോ എടുത്തതാണ്. ഈ ഫിഷിൻ്റെയൊക്കെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മനസ്സിലായോ? ചെറുത് നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ ചെറുത് ഞണ്ടിലൊക്കെ ഞണ്ട് പെട്ടെന്ന് ഓടിക്കളിക്കുന്നുണ്ടല്ലേ. ഇത് കണ്ടോ വലുത്. ഇതൊക്കെ കണ്ടോ, ഇത്ര വലുതല്ലേ. ഇതെന്താ മനസ്സിലായില്ല. അതിലൊന്നും ഇല്ല കേട്ടാ. ഇതെന്താണോ പാമ്പ് മീൻ പോലെ ഇരിക്കുന്നത് ഞണ്ട്. കയറി പോവുക. ഇതിനൊക്കെ കെട്ടിയിട്ട് വരെ സമ്മതിക്കണം അല്ലേ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോയിൽ ഒന്നും എനിക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാരും ഒന്നും പറയല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിങ്ങനെ ഓടുന്നതും അനങ്ങുന്നതൊക്കെയാണ് ഞാൻ നോക്കി വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പാമ്പ് മീനിനെ പോലെ ഇരിക്കുന്നത്. കണ്ട പാമ്പ് പോലെ ഇരിക്കുന്നല്ലേ. അതെന്തൊരു മീനാണെന്നറിയാമോ? ഇത് നല്ല കളർഫുള്ളല്ലേ, പിങ്ക് കളറ്. കൊഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് അടിപൊളി കളറല്ലേ, പിങ്ക്. കാണാൻ തന്നെ എന്തൊരു തിളക്കവും ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല തിരക്കുണ്ടായിരുന്നു. അവധി ദിവസമാണ് നമ്മൾ പോകുന്നത്, സൺഡേയോ സാറ്റർഡേ ആണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അതൊക്കെയാണ് അക്വേറിയം വിശേഷങ്ങൾ. ഇത് കണ്ടോ ബഹളം, എന്തുമാത്രം വലുതാല്ലേ. ഇത് നല്ല കളർഫുള്ളായിട്ടില്ലേ. അതൊക്കെ
അതങ്ങനെ പിന്നെ അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടുള്ളത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമുക്കും വേണമെങ്കിൽ ആവശ്യാനുസരണം ഇങ്ങനെ മേടിക്കും, 1, 2 ആയിട്ട് മേടിക്കും. അല്ലാതെ വലുതായിട്ട് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. അതിൻ്റെ എല്ലാവിധ സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഫുഡ്, ഫിഷ് ടാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ എടുത്താണ്. ഇതൊക്കെ എന്ത് കളർഫുള്ളാണല്ലേ. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പേരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ. അതായത് നല്ല രസമല്ലേ, എന്തൊരു കളർഫുള്ള്. വെറൈറ്റി ഫിഷുകൾ. അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ വാങ്ങിക്കാൻ കിട്ടും. ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? അപ്പം ഫ്രീ ആയിട്ട് നമുക്കൊരു അക്വേറിയം കാണാൻ പറ്റും. നമുക്ക് വല്ലതും വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനും പറ്റും. 1 2 ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്താൽ നമ്മളെ മക്കൾ റെഡിയാക്കും. അപ്പോഴത്തേക്കാണ് ഈ വണ്ടി എങ്ങനെയുണ്ട്? അത് വണ്ടിയല്ല കേട്ടോ, അതൊരു ഷോപ്പാണ് അതിൻ്റെ മുകളിൽ. അപ്പോഴാണ് ചെറിയ ആമക്കുട്ടന്മാരെ കണ്ടത്. എങ്ങനെ ആമക്കുട്ടന്മാരെ കണ്ടോ എല്ലാവരും? ആമക്കുട്ടന്മാർ നടന്ന് നീങ്ങിയ ഇങ്ങനെ നല്ല കളർഫുൾ കല്ലിൻ്റെ പുറത്ത് മതി. എന്ത് സ്പീഡിനാണ് ആമക്കുട്ടന്മാർ നീങ്ങണേ നോക്കി. അത് കഴിഞ്ഞ് ഒരു കൂട്ടം ആമക്കുട്ടന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയതിൽ. ഇതൊക്കെയാണ് വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലെ അക്വേറിയം വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ ഞാൻ പാർട്ടായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റം ഫിഷുകളുണ്ട്. നമുക്ക് ഓരോന്ന് മേടിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെയും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പല ഇനം, പല കളറ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടാനുസരണം പോയി വാങ്ങിക്കാം. എന്തൊക്കെ അതിന് വേണം അതെല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ ഷോപ്പായിട്ടുണ്ട്. അവിടെ കണ്ട ഷോപ്പാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. ഇതൊക്കെ നല്ല രസമില്ല ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫാദറേയും അച്ഛനും ഫിഷൊക്കെ മേടിച്ച് വന്നിരുന്ന് നോക്കിയാണ്. ഫാദറേനെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഈ മീനിൻ്റെ ആണ് ഫാദറയ്ക്ക് കണ്ടപ്പോൾ പേടിയായി കേട്ടോ. ഇത് സ്നേക്ക് എന്നും പറഞ്ഞ് അവൾ ഇതായി. ഇതെന്താണ് സംഭവം അല്ലേ? നമ്മളെ മുള്ളുവാള പോലെ അല്ലല്ലോ, ഇത് വേറൊരു ടൈപ്പ്. അല്ലെങ്കിൽ ചുണ്ണാമ്പ് വാള അതുപോലെ അല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, ബൈ.